محمد وعلى آله وصحبه وسلم. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, കുട്ടികളെ, റേഡിയോ മുഖേന ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ അൻവരി അവർകള് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങളിലൊക്കെ സംശയമുള്ളവരുടെയൊക്കെ സംശയം തീർച്ചയായിരുന്നു. ഞാനിപ്പോഴാണ് കേട്ടത്. ഇവിടെ അസംസ്കാരത്തിന്റെ പേരിൽ പിന്നെ മോനെ മദ്രസയ്ക്ക് ഉണ്ടാക്കാനുള്ളതിന്റെ പേരിൽ കേൾക്കാൻ പറ്റിയില്ല. ഏതായാലും സൗകര്യമുള്ള സമയത്തൊക്കെ വരണം. ഈ UAE അസറിന്റെ മുമ്പുള്ള സമയമൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആണ്. ആ സമയമൊക്കെ ഇവിടെ ഫ്രീ ആയിരിക്കും. UAE അസംസ്കാരത്തിന്റെ ശേഷമാണ് ഖുർആൻ ക്ലാസ് ഉണ്ടാവുക. അതിന്റെ മുമ്പ് UAE നാട്ടിലെ അസംസ്കാരത്തിന്റെ മുമ്പാണെങ്കിൽ, നാട്ടിലെ അസംസ്കാരത്തിന്റെ ശേഷം ഇവിടെ ഫത്ഹുൽ മഈന്റെ ക്ലാസ് ഉണ്ട്. നാട്ടിൽ നിന്നാണ് നന്ദി കോളേജിൽ നിന്ന് അവിടുന്ന് ഒരു ഉസ്താദ് ഫത്ഹുൽ മഈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ചില ദിവസങ്ങളിലൊന്നും ഉണ്ടാവില്ല. ഏതായാലും ആ സമയത്തൊക്കെ വന്നിട്ട് തുറന്നു നോക്കിയിട്ട് ഈ ക്ലാസ് അല്ലാത്ത നിശ്ചിത ക്ലാസ്സുകൾ ഉണ്ടല്ലോ, ആ സമയത്ത് അല്ലാത്തൊക്കെ ആകുമ്പോഴൊക്കെ നന്നാവും. ആ ക്ലാസ് ഇടയ്ക്കൊക്കെ മുടങ്ങാൻ കാരണം പ്രസംഗത്തിനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നാട്ടിലുള്ളവർക്ക് കൃത്യമായിട്ട് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കില്ലല്ലോ. എന്നാലും ഉണ്ടാകുന്ന സമയത്തൊക്കെ വേറെ പരിപാടി ഇല്ലാത്ത സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ക്ലാസ് ഉണ്ടാവലുണ്ട്. UAE ഇവിടത്തെ അസംസ്കാരത്തിന് ശേഷം ഖുർആൻ ക്ലാസ് ഉണ്ടാവാറുണ്ട്. പിന്നെ നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതിന്റെ മുടങ്ങൽ കുറവാണ്. അപ്പോ ഏതായാലും നാട്ടിലൊരു 3 മണിക്കൊക്കെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വന്ന് ക്ലാസ് റൂം തുറന്നിട്ട് മിക്കവാറും ആ സമയത്ത് വേറെ ലൈവ് ഒന്നും ഉണ്ടാവില്ല. അപ്പോ വന്നിട്ട് ഇനിയിപ്പോ എഞ്ചിനീയർ വകുപ്പ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നടക്കില്ല. അൻവരി കൂടി അതിന്റെ പേരിൽ സാധിക്കണം. അതിലൊക്കെ നമ്മള് ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വന്നിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ദീനി പ്രവർത്തനങ്ങൾ, ദീനിയാവട്ടെ ദുനിയവിയാവട്ടെ, എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നെയ്യത്ത് നന്നായാലൊക്കെ ദീനിയാക്കാൻ സാധിക്കും. ഏത് ദുനിയവിയും അതിന്റെ പ്രത്യേകത. അപ്പൊ അതിനുവേണ്ടിയുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി ഖുർആൻ പാരായണ പരിശീലനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഏകദേശം 5 മണിയോട് അടുത്തിട്ടുണ്ട്. നാം ഇന്നലെ റാഇനെ തഫ്ഖീമാക്കേണ്ട എപ്പോഴൊക്കെയാണ് റാഇനെ തഫ്ഖീമാക്കേണ്ടത് എന്നായിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നത്. കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു 8 അവസ്ഥയിൽ റാഇനെ തഫ്ഖീമാക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ 8 അവസ്ഥയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ നേർപകുതിയായ 4 അവസ്ഥയിലാണ് തർഖീഖാക്കേണ്ടത് എന്ന് നാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെയൊക്കെ അവസ്ഥയിലൊക്കെയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞില്ല, ഇന്നത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഏതായിരുന്നാലും 8 അവസ്ഥയിലാണ് തഫ്ഖീം എന്നും അതിന്റെ നേർപകുതിയായ 4 അവസ്ഥയിലാണ് തർഖീഖ് എന്നും അതിന്റെയും പകുതിയായ 2 അവസ്ഥ വരുമ്പോൾ 2 തഫ്ഖീമാക്കുകയും തർഖീഖാക്കുകയും ചെയ്യാം എന്നുമാണ് നാം പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇനി തർഖീഖാക്കേണ്ടത് എപ്പോഴൊക്കെയാണ്, റാഇനെ തർഖീഖാക്കേണ്ടത് എപ്പോഴൊക്കെയാണ് എന്നാണ് നാം പറയാൻ പോകുന്നത്. തർഖീഖാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ശബ്ദം റോ എന്ന ശബ്ദം അതിന് അങ്ങനത്തെ ഉയർന്ന ശബ്ദമല്ലാതെ ഉള്ള ശബ്ദം. ഇങ്ങനെയാണ് റിജാൽ എന്ന് പറഞ്ഞതുപോലെ റിജാൽ ഫിർഔൻ എന്ന് പറയുന്ന അവസ്ഥ. റിജാൽ എന്ന് നമ്മൾ പറയുമ്പോ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ മലയാളികളാണ്. അപ്പൊ മലയാളികളായതുകൊണ്ട് തന്നെ മലയാളത്തിനോട് സാമ്യമായ ഒരു ശബ്ദമായതിന്റെ പേരിൽ ആ അവസ്ഥയിൽ ഉച്ചരിക്കും. പക്ഷെ അത് ആ സാമ്യത ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. മലയാളത്തിലെ അരിവാൾ എന്നൊക്കെ പറയുന്ന അതേ ശബ്ദത്തിൽ ഇത് ഉച്ചരിക്കാൻ പറ്റില്ല. ഇതെങ്ങനെയാണ്, നമ്മൾ മലയാളത്തിൽ അത് ഉച്ചരിക്കുമ്പോൾ നാവ് നേരെ നീട്ടിയിട്ട് അരി അല്ലെങ്കിൽ അരിവാൾ എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇത് റാഇനെ അറബിയിൽ ഉള്ള ഉച്ചാരണം, റാഇനെ തർഖീഖാക്കി ഉച്ചരിക്കുന്നത് അത് നമ്മൾ ഉച്ചരിക്കുന്നത് റി എന്ന അവസ്ഥയിലാണ്. റിജാൽ അല്ല. റിജാൽ എന്ന് പറയുന്നതും റിജാൽ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്.
റിജാൽ എന്ന് പറയുന്നതും റിജാൽ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ശരിക്കും പറയേണ്ടത് റി എന്ന റി, മറ്റേത് റി. ശബ്ദത്തിന്റെ വ്യത്യാസം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുന്ന മനസ്സിലായിട്ടുണ്ടാവുന്ന ഞാൻ കരുതാം. റി എന്നല്ല റി എന്നാണ്. അഥവാ നാം ഈ റോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നാവിന്റെ തലഭാഗം ഇങ്ങനെ മുകളിൽ തെറ്റിക്കും. അതിന്റെ മഖ്റജിൽ റോ റോ വളച്ചിട്ട് മേലെ തെറ്റിക്കും. റോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാവും, ശ്രദ്ധിക്കുന്നുണ്ടാവും, കൂടെ പറഞ്ഞു നോക്കുന്നുണ്ടാവും എന്നൊക്കെ മനസ്സിലാക്കുകയാണ്. അപ്പൊ റോ എന്ന് പറയുന്നു, റോ റോ. അതേപോലെ തന്നെ നാവ് മേലെ വളച്ചു തെറ്റിച്ചിട്ടാണ് റി എന്നും പറയേണ്ടത്. വ്യത്യാസം എന്താണ്? നാവിന്റെ കടഭാഗം റോ എന്ന് പറയുമ്പോൾ കടഭാഗം ഉയർന്നു നിൽക്കും, അതിന്റെ ഉയർന്ന ശബ്ദത്തിന് വേണ്ടി, തഫ്സീമിന്റെ ശബ്ദത്തിന് വേണ്ടിയിട്ട്. അതേസമയത്ത് റി എന്ന് പറയുമ്പോൾ നാവിന്റെ കടഭാഗം അങ്ങനത്തെ ആ ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അങ്ങോട്ട് താഴ്ന്നു നിൽക്കും. റി ഇതൊക്കെ യൂട്യൂബിൽ അടിച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ സഹിതം കാണാൻ സാധിക്കും. ഒന്നുകൂടി കൂട്ടത്തിൽ ഉണർത്തുക. അപ്പൊ റിജാൽ റിജാൽ, ഫിർഔൻ ഫിർഔൻ, അങ്ങനെയാണ് ശബ്ദം ഉണ്ടാവേണ്ടത്. അല്ലാതെ റിജാൽ റിജാൽ നാവ് കൊണ്ട് നീട്ടിയിട്ട് റിജാൽ ഈ അവസ്ഥ അല്ല. നാവിന്റെ തല മേലെ തെറ്റിയിട്ട് തന്നെ ആയിരിക്കണം തർക്കീഖാക്കുമ്പോഴും ഉച്ചരിക്കേണ്ടത് എന്ന് പറയാം. അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി എപ്പോഴൊക്കെയാണ് 4 അവസ്ഥയിലാണ് തർക്കീഖാക്കേണ്ടത്? ഏതൊക്കെയാണ്? ഒന്ന്, റാഇന് കസ്റാവുന്ന സമയത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞു റാഇന് ഫത്ഹാവുമ്പോ റാഇന് ദമ്മാവുമ്പോ ഒക്കെ എന്താണ് വേണ്ടത്? തഫ്ഖീമാണ്. പിന്നെ അതേ സമയത്ത് റാഇന് കസ്റാവുന്ന സമയത്ത്, ഏത് സമയത്ത് എപ്പോ റാഇന് കസ്റായി കൊണ്ടോ അവിടെയൊക്കെ തർഖീഖ് ആക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അഥവാ റി റി എന്ന അവസ്ഥയിലാണ് ഉച്ചരിക്കേണ്ടത്, എന്ന ശബ്ദത്തിലാണ് ഉച്ചരിക്കേണ്ടത്. കൂട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മലയാളത്തെ രി 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 ആ രി അല്ല, ഇത് റി ആണ് എന്നുള്ള അതും കൂടി പ്രത്യേകം മനസ്സിലാക്കാം. അപ്പോ കസ്റാവുന്ന സമയത്ത് തർഖീഖാക്കണം. പിന്നെയോ റാഇന് സുക്കൂനാവുക. പിന്നെ ആ സുക്കൂനായ റാഇന്റെ മുമ്പുള്ളത് കസ്റാക്കപ്പെട്ടതാവുക. അപ്പൊ റാഇന് സുക്കൂനാവണം, അതിന്റെ മുമ്പുള്ളത് കസ്റാവണം. പിന്നെ അതിന്റെ ശേഷമുള്ളത് ഇസ്തിഅലാഇന്റെ ഹർഫ് അല്ലാത്തതാവണം. ഇസ്തിഅലാഇന്റെ ഹർഫ് അല്ലാത്ത അക്ഷരാവുമാണ്. അപ്പൊ ഒന്നുകൂടി പറഞ്ഞാല് റാഇന് സുക്കൂന്, അതിന്റെ മുമ്പുള്ള അക്ഷരത്തിന് കസ്റ്, പിന്നെ അതിന്റെ ശേഷമുള്ള അക്ഷരം ഏതിന്റെ? അതിന്റെ എന്ന് പറഞ്ഞാൽ ഈ റാഇന്റെ ശേഷമുള്ള അക്ഷരം ഇസ്തിഅലാഇന്റെ ഹർഫ് അല്ലാത്ത അക്ഷരാവും ചെയ്യാം. ഉദാഹരണം ഫിർഔൻ ഫിർഔൻ ഫിർഔൻ. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണഗതിയിൽ ഖുർആനിൽ പലപ്പോഴും വരുന്ന വാക്കാണത്. അപ്പൊ ഫിർഔൻ ഫിർഔൻ എന്ന് പറയാതെ നാവിന്റെ തല മേലെ തെറ്റിച്ചിട്ട് ഫിർഔൻ ഫിർഔൻ എന്ന് ഉച്ചരിക്കുക. അപ്പൊ ഈ ഉദാഹരണത്തിൽ നമുക്കറിയാം കാണാം, ഫിർഔൻ എങ്ങനെ റാഇന് സുക്കൂനാണ്, അതിന്റെ മുമ്പുള്ള അക്ഷരത്തിന് കസ്റാണ്, അതിന്റെ ശേഷമുള്ള അക്ഷരം എന്താണ്? ഇസ്തിഅലാഇന്റെ ഹർഫ് അല്ലാത്ത അക്ഷരമാണ്. അപ്പൊ ഇസ്തിഅലാഇന്റെ ഹർഫാണെങ്കിൽ അവിടെ വിഷയം മാറുന്ന അർത്ഥം മനസ്സിലായില്ല. ഇവിടെ ഇസ്തിഅലാഇന്റെ ഹർഫല്ലല്ലോ, ഐൻ ഇസ്തിഅലാഇന്റെ ഹർഫല്ലല്ലോ, അല്ല. അപ്പൊ സംഭവം പിടിച്ചു കിട്ടില്ല. അപ്പൊ മറ്റത് ആദ്യത്തെ ഉദാഹരണം നമ്മൾ പറഞ്ഞില്ല, കസ്റാണ്. കരീം അല്ലെങ്കിൽ റിജാൽ എന്നൊക്കെ പറയാം. കരീം 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 എന്ന് പറയുന്നത് കരീം കരീം മലയാളത്തിലുള്ള കരീം അങ്ങനെ പറയരുത്. എങ്ങനെ പറയേണ്ടത്? കരീം റി കരീം കരീം. വ്യത്യാസം ശരിക്ക് കേൾക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോ ഒന്നാമത്തത് റാഇന് കസ്റാവുക. ഉദാഹരണം കരീം, റാഇന് കസ്റായിട്ട് എപ്പോ കണ്ടാലും റാഇനെ തർക്കീഖാക്കണം. രണ്ടാമത്തത് റാഇന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളത് കസ്റ്, അതിന്റെ ശേഷമുള്ള അക്ഷരം ഇസ്തിഅലാഇന്റെ ഹർഫ് അല്ലാത്ത ഹർഫാവും ചെയ്യാം. ഇസ്തിഅലാഇന്റെ ഹർഫാവാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തത് റാഇന് സുക്കൂന്, പിന്നെ അതിന്റെ മുമ്പുള്ളതും സുക്കൂന്. റാഇന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളതിന് സുക്കൂന്. പക്ഷെ ആ മുമ്പുള്ള അക്ഷരം ഇസ്തിഅലാഇന്റെ അല്ലാത്തതാവുക, ഇസ്തിഅലാഇന്റെ അക്ഷര ഹർഫ് അല്ലാത്ത
ഹർഫാവുക. പിന്നെ ആ സുക്കൂന്റെ മുമ്പുള്ളത് കെസറാക്കപ്പെട്ടാവുമോ? എങ്ങനെ? റാഇന് സുക്കൂന്, ആ റാഇന്റെ മുമ്പുള്ള അക്ഷരം സുക്കൂന്, പക്ഷെ ആ സുക്കൂനുള്ളതാണെങ്കിലും അത് ഇസ്തിഅലാന്റെ അക്ഷരമല്ല, ഹർഫല്ലാത്ത ഹർഫാവുക. പിന്നെ ആ സുക്കൂന്റെ മുമ്പുള്ളത് ആ സുക്കൂനായ അക്ഷരത്തിന്റെ മുമ്പുള്ളത് കെസറാക്കപ്പെട്ടത് ആവും ചെയ്യാം. ഉദാഹരണം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടും. ഹൈജർ എന്ന് പറഞ്ഞ പോലെ, ഹൈജർ. അതുപോലെ തന്നെ സെഹർ എന്ന് പറഞ്ഞ പോലെ അവിടെ എന്ത് സംഭവിച്ചു? ഹൈജർ അത് റാഇന് സുക്കൂനായി. അതിന്റെ മുമ്പുള്ളത് സുക്കൂനാണ്. ആ സുക്കൂൻ അത് മാത്രമല്ല, അത് ഇസ്തിഅലാന്റെ ഹർഫല്ല. പിന്നെയോ ആ സുക്കൂൻ ആയ അക്ഷരത്തിന്റെ മുമ്പുള്ളത് കെസറാക്കപ്പെട്ട അക്ഷരമാണ്. ഒക്കെ ആ ഉദാഹരണം മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇങ്ങനെ കുറെയൊക്കെ പുസ്തകം കിട്ടും. ഹിജീർ എന്ന് പറയുന്നു. ഹിജീർ എന്ന് പറയുമ്പോൾ എന്താണ്? റാഇന് സുക്കൂനാണ്, അതിന്റെ മുമ്പുള്ളതിനും സുക്കൂനാണ്, അത് ഇസ്തിഅലാന്റെ ഹർഫിൽപ്പെട്ട ഹർഫ് അല്ലേനും. പിന്നെ ആ സുക്കൂനായ അക്ഷരത്തിന്റെ മുമ്പുള്ളതിന് കെസറാക്കപ്പെട്ടതുമാണ്, മുമ്പുള്ളത് കെസറുള്ള അക്ഷരമാണ്. അപ്പൊ റാഇന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളതിന് സുക്കൂന് ആവും വേണം. പിന്നെ അത് ഇസ്തിഅലാന്റെ ഹർഫ് അല്ലാത്ത ഹർഫാവും വേണം. അതിന്റെ മുമ്പുള്ളത് കെസറാക്കപ്പെട്ടതാവും. അപ്പോഴും റാഇനെ എന്താണ്? തർക്കീക്കാക്കിയിട്ടാണ് ഉച്ചരിക്കുക. ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞ ആ 8 എണ്ണത്തിന്റെ വിപരീതങ്ങളായിരിക്കും ഇതൊക്കെ. അപ്പൊ ഇന്നലെ പറഞ്ഞ തഫ്സീമാക്കേണ്ടതൊക്കെ പഠിച്ചാല് പിന്നെ അതല്ലാത്തൊക്കെ ഇത് എന്നത്, അതല്ലാത്തത് ഇത് എന്നത് മനസ്സിലാക്കാം. പിന്നെ ഇനി റാഇന് സുക്കൂന്, ആ സുക്കൂനുള്ള റാഇന്റെ മുമ്പുള്ളത് സുക്കൂനുള്ള യാ ആവുക. റാഇന് സുക്കൂന്, ആ റാഇന്റെ മുമ്പുള്ള അക്ഷരം സുക്കൂനായ യാ ആവുക. ആ സുക്കൂനായ യാ എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പുള്ള അക്ഷരം ഉണ്ടാവുമല്ലോ, അത് ഒന്നിരിക്കലെ ഫത്ഹുള്ളതാവുക അല്ലെങ്കിൽ കസ്റായതാവുക. റാഇന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളത് സുക്കൂനുള്ള യാ ആവുക, അതിന്റെ മുമ്പുള്ളതോ ഫത്ഹാക്കപ്പെട്ടതോ കസ്റാക്കപ്പെട്ടതോ ആയ അക്ഷരാവുക. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് കസ്റുള്ള അക്ഷരം എന്ന് പറഞ്ഞത്. ഇത് റാഇന് സുക്കൂന്, അതിന്റെ മുമ്പുള്ള സുക്കൂനുള്ള യാ, സുക്കൂനായ യാ, പിന്നെ അതിന് മുമ്പുള്ളത് ഫത്ഹാക്കപ്പെട്ടതോ കസ്റാക്കപ്പെട്ടതോ ആവും. ഉദാഹരണം ബൈർ എന്ന് പറയാ, ഖദീർ എന്ന് പറയാ, പിന്നെ ബഷീർ എന്നൊക്കെ പറയാം. ബൈർ എന്താണ്? റാഇന് സുക്കൂനാണ്, അതിന്റെ മുമ്പുള്ള യാ സുക്കൂനുള്ള യാ ഒന്നു, അതിന്റെ മുമ്പുള്ള ഫത്ഹാക്കപ്പെട്ടതായി ബൈർ എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ഖദീർ അവിടെ റാഇന് സുക്കൂനായി, അതിന് മുമ്പുള്ള യാ സുക്കൂനുള്ള യാ വന്നു, അതിന്റെ മുമ്പുള്ള കസ്റാക്കപ്പെട്ടതായി. കസ്റാക്കപ്പെട്ടതോ ഫത്ഹാക്കപ്പെട്ടതോ ആവണമെന്നാണ്. അപ്പൊ റാഇന് സുക്കൂന്, അതിന്റെ മുമ്പ് സുക്കൂനുള്ള യാ, പിന്നെ അതിന് മുമ്പുള്ളത് കസ്റാക്കപ്പെട്ടതോ ഫത്ഹാക്കപ്പെട്ടതോ ആയ അക്ഷരാവുക. അപ്പൊ ഈ 4 അവസ്ഥയാണ് എന്ത്? തർക്കീഖ് ആക്കേണ്ട അവസ്ഥ. കൂട്ടത്തിൽ ഒന്നുകൂടി പറയട്ടെ, തഫ്സീമാക്കേണ്ട അവസ്ഥ ശരിക്കും പഠിച്ചാല് എന്താവുക? ഇത് പിന്നെ അതല്ലാത്തതൊക്കെ ഇത് എന്നുള്ള നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പമാർഗമാണ്. മാത്രമല്ല ഇത് പഠിക്കും വേണം. അങ്ങനെ ഒന്നും കൂടി പറയാം. റാഇന് തർക്കീഖാക്കേണ്ട അവസ്ഥകൾ 4 അവസ്ഥയിലാണ് തർക്കീഖാക്കേണ്ടത്. ഒന്ന് കസ്റായ അവസ്ഥയിൽ റാഇന് കസ്റാവുമ്പോൾ, ഉദാഹരണം കരീം, റിജാൽ. എപ്പോഴും ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മലയാളത്തിലെ രാരീരു അരിവ എന്ന് പറയുന്ന അതേ ലാഘവത്തോടുകൂടി അതേ അവസ്ഥയിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തർക്കീഖാക്കേണ്ട അവസ്ഥയിൽ റാഇനെ തർക്കീഖ് ആക്കേണ്ട അവസ്ഥയിൽ ഉച്ചരിക്കാൻ പാടില്ല. അതിന്റെ ശബ്ദം മറ്റൊരു പ്രത്യേകതയിലൂടെയാണ്, അഥവാ നാവിന്റെ തല മേലെ തെറ്റിച്ചിട്ട് തന്നെ വേണം ഉച്ചരിക്കാൻ. അപ്പൊ കരീം, റിജാൽ, ഫിർഔൻ എന്ന അവസ്ഥ എന്നുച്ചാരണം.
ആ ശബ്ദത്തിൽ ഉച്ചരിക്കാം. അപ്പൊ റോയിന് കിസ്റാവുമ്പോ തെർക്കീഖാക്കണം. പിന്നെ റോയിന് സുക്കൂനാവുക, അതിന്റെ മുമ്പുള്ളത് കിസ്റാക്കപ്പെട്ടത് അക്ഷരാവുക, അതിന്റെ ശേഷമുള്ള അതിന്റെ റോയിന്റെ ശേഷമുള്ള അക്ഷരം പിന്നെ ഇസ്തിഅലാഇന്റെ ഹർഫ് അല്ലാത്ത അക്ഷരാവുക, ഇസ്തിഅലാഇന്റെ അക്ഷരം ഹർഫ് അല്ലാത്ത ഹർഫാവുക. ഇതുപോലെ ഫിർഔൻ, ഫിർഔൻ റോയിന് സുക്കൂനാണ്, അതിന്റെ മുമ്പുള്ളത് കെസ്റാണ്. ആ സുക്കൂനായ റോയിന്റെ ശേഷമുള്ളത് ഇസ്തിഅലാഇന്റെ ഹർഫിൽപ്പെട്ട ഹർഫല്ലാത്ത അക്ഷരാണ്. എന്നതാണ് ഇസ്തിഅലാഇന്റെ ഹർഫുകൾ. ആ ഹർഫിൽപ്പെട്ട അക്ഷരമല്ല ഐൻ. അതുകൊണ്ട് തന്നെ ഫിർഔൻ റോയിനെ തർഖീഖാക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഇനി മൂന്നാമത്തത് റോയിന് സുക്കൂനാവുക, അതിന്റെ മുമ്പുള്ളതിനും എന്താവുക, അതിന്റെ റോയിന് സുക്കൂനാവുക, അതിന്റെ മുമ്പുള്ളത് ഈ സുക്കൂനായ റോയിന്റെ മുമ്പുള്ളത് ഇസ്തിഅലാഇന്റെ ഹർഫിൽപ്പെട്ട ഹർഫല്ലാത്ത സുക്കൂനുള്ള അക്ഷരാവുക, ഇസ്തിഅലാഇന്റെ ഹർഫല്ലാത്ത സുക്കൂനുള്ള ഹർഫാവുക. പിന്നെ അതിന്റെ ശേഷമുള്ളത് അതിന്റെ എന്ന് പറഞ്ഞാൽ സുക്കൂനായ റോയിന്റെ അല്ല, ആ ഇസ്തിഅലാഇന്റെ സുക്കൂനുള്ള ഇസ്തിഅലാഇന്റെ പെട്ടതല്ലാത്ത അക്ഷരം എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പുള്ളത് കെസ്റാക്കപ്പെട്ടതാവുക. ഉദാഹരണം ഹിജ്ർ, ഹിജ്ർ, ഹിജ്ർ റോയിന് സുക്കൂനാണ്, അതിന്റെ മുമ്പുള്ളത് അതിന്റെ മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനാണ്. പിന്നെ അത് ഇസ്തിഅലാഇന്റെ ഹർഫ് വെച്ച അല്ലതാനും പിന്നെ അതിന്റെ മുമ്പുള്ളത് കെസ്റാക്കപ്പെട്ടതുമാണ്. പിന്നുള്ളത് എന്താണ്, റോയിന് സുക്കൂനാവുക, അതിന്റെ മുമ്പുള്ളത് സുക്കൂനുള്ള യാ ആവുക. റോയിന് സുക്കൂന്, അതിന്റെ മുമ്പ് സുക്കൂനുള്ള റോ ആവുക, യാ ആവുക. പിന്നെ അതിന്റെ മുമ്പുള്ളത് ഫത്ഹാക്കപ്പെട്ടതോ കിസ്റാക്കപ്പെട്ടതോ ആയ അക്ഷരാവുക. ഉദാഹരണം ലാ ളൈർ, ലാ ളൈർ എന്ന് പറഞ്ഞ മാതിരി ളൈർ. അതുപോലെ തന്നെ ഖദീർ, അതുപോലെ തന്നെ ബഷീർ. ഇങ്ങനത്തെ നാലവസ്ഥയിൽ തർഖീഖാക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത് എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇനിയുള്ളത് രണ്ടവസ്ഥ ഉണ്ട്, അത് തർഖീഖാക്കിയിട്ടും ഉച്ചരിക്കാം, തസ്ഖീം ആക്കിയിട്ടും ഉച്ചരിക്കാം. അത് ഇൻഷാ അല്ലാഹ് നാളെ പറയാം. സമയം 5:15. ഇനി നമുക്ക് ഓതണം ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹ. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെന്ത് ചെയ്യാം, ആയത്തുൽ കുർസി ഇങ്ങനെ ഓതുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض
ولا يؤوده حفظهما وهو العلي العظيم. صدق الله العلي العظيم. ഇൻഷാല്ലാ അബ്ദുള്ളക്കുണ്ട്, നൂറുൽ അമീനുണ്ട്, അബ്ദുൾ മുളസായുണ്ട്. ഓരോരുത്തരും ഏറ്റെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.